ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ഫെബ്രുവരി 11 കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേമനിധി ബോർഡിന്റെ പിടിപ്പുകേട് മൂലം ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് സമ്മേളനം നടക്കുന്നത്. 11 തീയതി രാവിലെ 10 മണി മുതൽ കട്ടപ്പന ടൗൺ ഹാളിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ 12 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. വിവാഹ ധനസഹായം, പ്രസവ ആനുകൂല്യങ്ങൾ, ചികിത്സാ ധനസഹായം, മാരകരോഗ ചികിത്സാ ധനസഹായം, തൊഴിലാളികളുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങിയവ മുടങ്ങിയിട്ടും വർഷങ്ങൾ പിന്നിടുന്നു. ഇത്തരം പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോഴും 2014 വെച്ച കെട്ടിടത്തിന് നോട്ടീസ് കൊടുത്തെന്നും പറഞ്ഞ് ഈ അടുത്ത ദിവസം ഒരാൾ പരാതി പറയുന്നത് കേട്ട്. അപ്പോൾ ഇത് പിരിക്കാതെ കിടക്കുകയാണ്. ഈ പണം പിരിച്ചാൽ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. സർക്കാരിൻ്റെ 1 രൂപ പോലും ഈ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ഇല്ല. യാതൊരുവിധ ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ ഇല്ല. വളരെ കറക്റ്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബോർഡാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളിയുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഏത് പാർട്ടി ഭരിക്കുന്നില്ല. സ്വന്തം പാർട്ടി ഭരിച്ചാൽ പോലും കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുന്ന സ്ഥിതിയാണ് നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സമരം നടത്തണം എന്നുള്ള തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. ഫെബ്രുവരി 17, 18 തീയതികളിൽ തിരുവനന്തപുരത്ത് ചേരുന്ന നിർമ്മാണ തൊഴിലാളി സംസ്ഥാന ഫെഡറേഷൻ യോഗവും 18 നടക്കുന്ന ATUC സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗവും സമരപരിപാടികൾക്ക് അന്തിമ രൂപം നൽകും. സമ്മേളനത്തിൽ ATUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാഴൂർ സോമൻ MLA, ജില്ലാ സെക്രട്ടറി GN ഗുരുനാഥൻ, വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ P മുത്തുപ്പാണ്ടി, ATUC പീരുമേട് സെക്രട്ടറി VR ബാലകൃഷ്ണൻ, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് PK സദാശിവൻ തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി TR ശശിധരൻ, ATUC സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗങ്ങളായ രഘു കുന്നുംപുറം, G മോഹനൻ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ലീലാമ്മ വിജയപ്പൻ, സുമാ തങ്കപ്പൻ, ജിത്തു വെളുത്തെടുത്ത്, KK സുശീലൻ എന്നിവർ പങ്കെടുത്തു.